ലോകത്തിലെ സൂപ്പർ പവർ രാജ്യം ഏതാണ് എന്ന ചോദ്യത്തിന് ഇന്നത്തെ ഉത്തരം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നാണ്. എങ്ങനെയാണ് അമേരിക്ക ആ നേട്ടം സ്വന്തമാക്കിയത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് പറയുന്നത് വേറൊരു രാജ്യത്തിനും തൊടാൻ പോലും ആകാത്ത ഉയരത്തിൽ അമേരിക്ക എത്തിച്ച ചങ്കൂറ്റത്തെക്കുറിച്ചാണ്. ഒപ്പം ഒരു കാര്യം, ഇന്ന് അമേരിക്കയെ തകർക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന രാജ്യത്തിന്റെ പേര് എന്തായാലും കമന്റ് ചെയ്യണേ. ഒരു ആഗോള സൂപ്പർ പവർ എന്ന നിലയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഉദയത്തെക്കുറിച്ച് ആദ്യം പറയാം. 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒരു രാഷ്ട്രമായി ഉയർന്നു വന്നത്. അന്നു മുതൽ 20ാം നൂറ്റാണ്ടോടെ ഒരു ആഗോള സൂപ്പർ പവറായി അമേരിക്ക രൂപാന്തരപ്പെടുന്നതിൽ ആഭ്യന്തര രാഷ്ട്രീയത്തിനും ആഗോള രാഷ്ട്രീയത്തിനും വലിയ പ്രസക്തിയുണ്ട്. ആഗോളതലത്തിൽ സ്വാധീന ശക്തി ഏറെയുള്ള മഹാരാജ്യമായി മാറാൻ അമേരിക്ക പരിവർത്തനങ്ങളുടെ ഒരു പരമ്പരയ്ക്ക് തന്നെ വിധേയമായി. സൈനിക ശക്തി, സാമ്പത്തിക ശക്തി, രാഷ്ട്രീയ സ്ഥിരത, സാങ്കേതിക നവീകരണം, നയതന്ത്ര സ്വാധീനം എന്നിവയുടെ സംയോജനമാണ് ഈ ശ്രദ്ധേയമായ ഉയർച്ചയിൽ അമേരിക്കയെ എത്തിക്കുന്നത്. നിർണായക ചരിത്ര സംഭവങ്ങൾ, സാമ്പത്തിക തന്ത്രങ്ങൾ, ആഗോള സംഘർഷങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു കോളനിയിൽ നിന്ന് പ്രബലമായ ആഗോള ശക്തിയിലേക്കുള്ള അമേരിക്കയുടെ യാത്ര അറിയേണ്ടത് തന്നെയാണ്. സൈനിക വിജയങ്ങൾ, സാമ്പത്തിക വളർച്ച, സാങ്കേതിക പുരോഗതി, അന്തർദേശീയ നയതന്ത്രം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒരു സൂപ്പർ പവർ ആകുന്നതിന് സംഭാവന നൽകിയ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. ആദ്യത്തേത് സൈനിക ശക്തിയും ആഗോള സ്വാധീനവുമാണ്. അമേരിക്കൻ ഐക്യനാടുകൾ ഒരു വൻ ശക്തിയായി ഉയർന്നതിന്റെ അടിസ്ഥാന ഘടകങ്ങളിലൊന്ന് അതിന്റെ സൈനിക ശക്തി ഒന്നു തന്നെയായിരുന്നു. 1775 മുതൽ 1783 വരെ കാലഘട്ടം നീണ്ടുനിന്ന അമേരിക്കൻ വിപ്ലവം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം ഉറപ്പിച്ചു. ഇവിടെ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം. അമേരിക്ക ഒരു വലിയ ശക്തിയാകാനുള്ള പാതയുടെ തുറക്കം കുറിക്കുന്നു. സൈനിക, സാമ്പത്തിക, രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്ന അമേരിക്കയെ 20ാം നൂറ്റാണ്ട് വരെ ആരും കാര്യമായി പരിഗണിച്ചില്ല. ലോകം മുഴുവൻ കോളനിയാക്കി സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപനായി നിന്ന ബ്രിട്ടനായിരുന്നു അന്ന് ഭൂഗോളത്തിന്റെ സ്പന്ദനം. 20ാം നൂറ്റാണ്ട് വരെ US സൈന്യം അതിന്റെ ആഗോള സാന്നിധ്യം ഗണ്യമായി വികസിപ്പിച്ചതുമില്ല. അങ്ങനെയിരിക്കെയാണ് 1898 സ്പാനിഷ് അമേരിക്കൻ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. ആഗോളതലത്തിൽ USനെ ഒരു സൈനിക ശക്തിയായി സ്ഥാപിക്കുന്നതിൽ നിർണായകമായത് ഈ യുദ്ധം തന്നെയാണ്. അമേരിക്ക ചില്ലറക്കാരനല്ല എന്ന് ലോകമറിഞ്ഞത് ആ ഇടയ്ക്കാണ്. ഈ വിജയം US വിദേശ നയത്തിൽ സാമ്രാജ്യത്തിലേക്കുള്ള ആദ്യ പാതയായി ചരിത്രം പിന്നീട് അടയാളപ്പെടുത്തി. ആഗോള കാര്യങ്ങളിൽ USന്റെ വർദ്ധിച്ചു വരുന്ന ഇടപെടലിനെ ഈ സംഭവം പരിപോഷിപ്പിച്ചു. 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ നടന്ന 2 ലോക മഹായുദ്ധങ്ങളാണ് USന്റെ ആഗോള സൂപ്പർ പവർ എന്ന പദവി അരക്കെട്ടുറപ്പിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. 1ാം ലോക മഹായുദ്ധ സമയത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സഖ്യകക്ഷികൾക്ക് നിർണായകമായ സൈനിക പിന്തുണ നൽകിയിരുന്നു. 1ാം ലോക മഹായുദ്ധത്തിന്റെ കെടുതികൾ മറക്കുന്നതിന് മുൻപ് തന്നെ 2ാം ലോക മഹായുദ്ധം വരവറിയിച്ചു. എന്നാൽ 2ാം ലോക മഹായുദ്ധമാണ് അതിന്റെ സൈനിക ശക്തിയെ യഥാർത്ഥത്തിൽ ലോകം നിർവചിക്കാനുള്ള ഇടയുണ്ടാക്കിയത്. 1945 സഖ്യകക്ഷികളുടെ വിജയത്തോടെ ലോകത്തിലെ പ്രാഥമിക സൈനിക സാമ്പത്തിക ശക്തിയായി അമേരിക്ക ഉയർന്നു വന്നു. 2ാം ലോക മഹായുദ്ധത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തമായ ഹിരോഷിമ, നാഗസാക്കി സംഭവിച്ചതോടെ അമേരിക്ക പിന്നെയും ശക്തിയിൽ വളർച്ച കൈവരിച്ചു. 1945 അണുബോംബ് വിജയകരമായി പരീക്ഷിച്ചതിനു ശേഷം ഒരു ആണവശക്തിയായി അമേരിക്ക സ്ഥാപിക്കപ്പെട്ടതോടെ ആഗോളതലത്തിലെ അതിന്റെ സ്വാധീനവും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ 2ാം ലോക മഹായുദ്ധം അവസാനിച്ചു. പിന്നീട് 2 തത്വശാസ്ത്രങ്ങൾ തമ്മിലുള്ള വലിയ യുദ്ധത്തിനാണ് ലോകം സാക്ഷിയായത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശീതയുദ്ധം. 1947, 1991 വരെ അത് തുടർന്നു പോന്നു. US ആണോ അതോ സോവിയറ്റ് യൂണിയൻ ആണോ ശക്തൻ എന്നതായിരുന്നു ഇതിലെ പ്രധാന ചോദ്യം പോലും. നാറ്റോ, അതായത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ പോലെയുള്ള സഖ്യങ്ങളുടെയും ലോകമെമ്പാടും സൈനിക ശക്തി പ്രകടിപ്പിക്കാൻ USന് കഴിഞ്ഞു. 1991 സോവിയറ്റ് യൂണിയന്റെ തകർച്ച ശീതയുദ്ധത്തിന്റെ അന്തിമാന്ത്യം കുറയ്ക്കുകയും അമേരിക്കയെ ലോകത്തെ മഹാശക്തിയാക്കി മാറ്റുകയും ചെയ്തു. 2 സാമ്പത്തിക വളർച്ചയും വ്യാവസായിക ശക്തിയുമാണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ സാമ്പത്തിക ശക്തി സൂപ്പർ പവർ പദവിയിലേക്കുള്ള ഉയർച്ചയിൽ നിർണായകമായിരുന്നു. രാജ്യത്തിന്റെ വിശാലമായ പ്രകൃതി വിഭവങ്ങൾ, വികസിച്ചുകൊണ്ടിരിക്കുന്ന ജനസംഖ്യയും നവീകരണ മനോഭാവവും അതിന്റെ സാമ്പത്തിക ആധിപത്യത്തിന് അടിത്തറയിട്ടു. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സ്റ്റീൽ, ഓയിൽ, ഓട്ടോമൊബൈൽ എന്നിവയുടെ ഉൽപ്പാദനത്തിൽ US മുന്നിട്ടു നിന്നു. ഫോർഡ്, സ്റ്റാൻഡേർഡ് ഓയിൽ തുടങ്ങിയ കമ്പനികൾ അമേരിക്കൻ വ്യാവസായിക ശക്തിയെ പ്രതീകപ്പെടുത്തുന്നതാണ്. 1929, 1939 കാലഘട്ടം വരെ നീണ്ടുനിന്ന ഗ്രേറ്റ് ഡിപ്രഷൻ US സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത തിരിച്ചടിയായിരുന്നു. എന്നാൽ 2ാം ലോക മഹായുദ്ധത്തിന്റെ ചെലവുകൾ ആക്കം കൂട്ടിയ സാമ്പത്തിക വീണ്ടെടുക്കൽ കൂടുതൽ ശ്രദ്ധേയമായിരുന്നു. യുദ്ധശ്രമം വൻതോതിലുള്ള വ്യാവസായിക ഉൽപ്പാദനത്തിന് കാരണമായി. അത് ദശലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും USനെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുകയും ചെയ്തു. യുദ്ധാനന്തരം പടിഞ്ഞാറൻ യൂറോപ്പിന്
സാമ്പത്തിക സഹായം നൽകിയ മാർഷൽ പദ്ധതിയിലൂടെ പാശ്ചാത്യ ലോകത്തിന്റെ സാമ്പത്തിക നേതാവായി US സ്ഥാനമുറപ്പിച്ചു. 20-ാം നൂറ്റാണ്ടിൽ US ലോകത്തിലെ പ്രബലമായ കരുതൽ കറൻസിയായി മാറി. ആഗോളതലത്തിൽ അമേരിക്കയുടെ സാമ്പത്തിക സ്വാധീനം കൂടുതൽ ശക്തിപ്പെടുത്തി. 1944 ബ്രെട്ടൺ വുഡ്സ് ഉടമ്പടി അമേരിക്കൻ നേതൃത്വത്തിന് കീഴിൽ ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ രൂപപ്പെടുത്താൻ സഹായിച്ച സ്ഥാപനങ്ങളായ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും ലോകബാങ്കും സ്ഥാപിച്ചു. സാങ്കേതിക സാംസ്കാരിക നേതൃത്വത്തെക്കുറിച്ച് പറയാം. US സൂപ്പർ പവർ പദവിയിലേക്കുള്ള ഉയർച്ചയുടെ മറ്റൊരു നിർണായക വശമാണ് സാങ്കേതികമായിട്ടുള്ള വളർച്ച. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും തോമസ് എഡിസൺ, അലക്സാണ്ടർ ഗ്രഹാം ബെൽ തുടങ്ങിയ അമേരിക്കൻ ശാസ്ത്രജ്ഞർ വലിയ കണ്ടുപിടുത്തങ്ങളാണ് നടത്തിയത്. ഇലക്ട്രിക് ബൾബ്, ടെലിഫോൺ തുടങ്ങിയ തകർപ്പൻ കണ്ടുപിടുത്തങ്ങളിലൂടെ വ്യവസായങ്ങളിൽ വിപ്ലവങ്ങൾ അവർ സൃഷ്ടിച്ചു. IBM, ജനറൽ ഇലക്ട്രിക് പോലുള്ള കമ്പനികൾ രാജ്യത്തിന്റെ സാമ്പത്തികവും സാങ്കേതികവുമായ വളർച്ചയെ നയിക്കുന്നതോടെ സാങ്കേതിക കണ്ടുപിടുത്തത്തിൽ US ആഗോള ശ്രദ്ധ നേടിയെടുക്കാൻ കഴിഞ്ഞു. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ കമ്പ്യൂട്ടറുകൾ, ബഹിരാകാശ സാങ്കേതികവിദ്യ, ബഹിരാകാശ മത്സരം എന്നിവയുടെ വികസനത്തിൽ അമേരിക്ക ലോകത്തെ അതിശയിപ്പിച്ചു. 1957 സോവിയറ്റ് യൂണിയൻ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ സ്പുട്നിക്കിന്റെ വിജയകരമായ വിക്ഷേപണം US സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള സാങ്കേതിക മത്സരത്തിന് തുടക്കമിട്ടു. അപ്പോളോ ബഹിരാകാശ പദ്ധതിയിലൂടെ അമേരിക്ക പ്രതികരിച്ചു. 1969 അമേരിക്ക ചന്ദ്രനെ തൊട്ടു. ഇത് മനുഷ്യന്റെ ഒരു ചെറിയ ചുവടുവെപ്പാണ് മനുഷ്യരാശിക്ക് ഒരു ഭീമാകാരമായ കുതിച്ചുചാട്ടമെന്ന് നീൽ ആംസ്ട്രോങ്ങിന്റെ പ്രസിദ്ധമായ വാക്കുകളാൽ പ്രതീകാത്മകമായ ഈ വിജയം US സാങ്കേതിക മേധാവിത്വത്തിന്റെ തെളിവ് കൂടിയാണ് അടയാളപ്പെടുത്തുന്നത്. മാത്രവുമല്ല, 1990കളിലെ ഡിജിറ്റൽ വിപ്ലവത്തിൽ US ഇന്റർനെറ്റിന്റെ വളർച്ചയും ഇന്നൊവേഷൻ ടെക് കമ്പനികൾ, ഉദാഹരണത്തിന് മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, ഗൂഗിൾ എന്നിവയുടെ ആഗോള കേന്ദ്രമായി സിലിക്കൺ വാലിയുടെ ആവിർഭാവവും US സാങ്കേതിക നേതൃത്വത്തെ കൂടുതൽ ഉറപ്പിച്ചുകൊണ്ടിരുന്നു. സോഫ്റ്റ്വെയർ വികസനം മുതൽ സോഷ്യൽ മീഡിയ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ എല്ലാം സ്വാധീനിക്കുന്നു. ഇതെല്ലാത്തിന്റെയും തുടക്കം അമേരിക്കയുടെ മണ്ണിൽ നിന്നായിരുന്നു. സാംസ്കാരികപരമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒരു ആഗോള ട്രെൻഡ് സെറ്റർ ആയി തീർന്നു. ഹോളിവുഡ് സിനിമാ നിർമ്മാണത്തിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് അമേരിക്ക. അമേരിക്കൻ സംഗീതം, ഫാഷൻ, സാഹിത്യം എന്നിവ ആഗോള സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായി തീർന്നു. അമേരിക്കൻ സംസ്കാരത്തിന്റെ സോഫ്റ്റ് പവർ, പ്രത്യേകിച്ച് സിനിമകൾ, സംഗീതം, ടെലിവിഷൻ എന്നിവയുടെ വ്യാപനത്തിലൂടെ ലോകമെമ്പാടും അതിന്റെ സ്വാധീനം ശക്തിപ്പെട്ടു. നയതന്ത്ര സ്വാധീനവും നേതൃത്വവും. രാജ്യം ഒരു സൂപ്പർ പവർ എന്ന നിലയിൽ ഉയരുന്നതിൽ US നയതന്ത്രം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം യുണൈറ്റഡ് നേഷൻസ്, അതായത് UN, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, അതായത് NATO, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അതായത് IMF തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകൾ സ്ഥാപിക്കുന്നതിൽ അമേരിക്ക വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഈ സ്ഥാപനങ്ങൾ ആഗോള രാഷ്ട്രീയ സാമ്പത്തിക ക്രമം രൂപപ്പെടുന്നതിൽ നിർണായക ഘടകമായി തീർന്നിരിക്കുകയാണ് ഇപ്പോഴുള്ളത്. ശീതയുദ്ധ കാലഘട്ടത്തിൽ കമ്മ്യൂണിസത്തിന്റെ വ്യാപനം നിയന്ത്രിക്കുന്നതിൽ US നയതന്ത്രം നിർണായകമായിരുന്നു. അതിന്റെ നേതൃത്വം നിലനിർത്താൻ വേണ്ടി നിയന്ത്രണങ്ങൾ, ഡിറ്റൻഡേഷൻ, സഖ്യങ്ങൾ തുടങ്ങിയ തന്ത്രങ്ങൾ അമേരിക്ക പ്രയോഗിച്ചു. മാർഷൽ പദ്ധതിയും നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, അതായത് NATO സൃഷ്ടിയും യൂറോപ്പിന്റെ യുദ്ധാനന്തര വീണ്ടെടുക്കൽ രൂപപ്പെടുത്തുന്നതിനും ജനാധിപത്യ മൂല്യങ്ങളുടെ വ്യാപനം ഉറപ്പാക്കുന്നതിനും അത്യന്താപേക്ഷിതമായിരുന്നു. ശീതയുദ്ധം അവസാനിച്ച ശേഷം അതിനുശേഷമാണ് ഗൾഫ് യുദ്ധം ആരംഭിക്കുന്നത്. ഇതിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1990 മുതൽ 91 വരെയാണ്. ഇതുപോലെയുള്ള സംഘട്ടനങ്ങൾ ഇടപെട്ട് ആഗോള സാമ്പത്തിക നയങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക അപാരമായ നയതന്ത്ര അധികാരം തുടർന്നുകൊണ്ടേയിരുന്നു. 2008 സാമ്പത്തിക പ്രതിസന്ധി പോലെയുള്ള അന്താരാഷ്ട്ര പ്രതിസന്ധികളോട് പ്രതികരിക്കുന്നതിൽ അതിന്റെ നേതൃത്വം ലോകത്തെ പ്രബല ശക്തി എന്ന നിലയിലുള്ള അതിന്റെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്ന കാഴ്ചയാണ് ആഗോള സമൂഹം കണ്ടത്. അമേരിക്കയുടെ സൂപ്പർ പവർ പദവിയിലേക്കുള്ള ഉയർച്ച അതിന്റെ സൈനിക ശക്തി, സാമ്പത്തിക വളർച്ച, സാങ്കേതിക കണ്ടുപിടുത്തം, നയതന്ത്ര സ്വാധീനം എന്നിവയുടെ ഫലമാണ്. ഈ ഘടകങ്ങളുടെയെല്ലാം സംയോജിത ഫലവും മാറുന്ന ആഗോള സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള രാജ്യത്തിന്റെ കഴിവും ആഗോള കാര്യങ്ങളിൽ മുൻനിരയിൽ രാജ്യത്തിന്റെ സ്ഥാനം ഉറപ്പാക്കി. 21-ാം നൂറ്റാണ്ടിൽ US പുതിയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുമ്പോൾ അതിന്റെ ചരിത്രപരമായ പാത തന്ത്രപരമായ കാഴ്ചപ്പാടിന്റെയും നവീകരണത്തിന്റെയും നേതൃത്വത്തിന്റെയും ശക്തിയുടെയും ഒരു തെളിവായി ഇന്നും തുടരുകയാണ്. അപ്പോൾ അമേരിക്കയെ തളർത്താൻ മാത്രം കഴിവുള്ള ഒരു രാജ്യം ഇന്ന് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഉത്തരം എന്തായാലും കമന്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.